നമുക്ക് ഒരു 3D ഡ്രോയിങ് ചെയ്ത് നോക്കിയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഞാൻ എല്ലാ ലൈൻസും 5 സെൻറ്റിമീറ്റർ വീതമാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് വരയ്ക്കാം. മാക്സിമം ഈക്വൽ അളവിന് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അതിനുശേഷം 1/2 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. സിമ്പിളായിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആദ്യത്തെ 2 ലൈൻസ് ഒരു ലൈനിൻ്റെ എൻഡ് തൊട്ട് തുടങ്ങിയിട്ട് ഇപ്പുറത്തെ ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് വരെ വെച്ച് ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്ത് വേണം പോകാൻ. ഒരു കാര്യം ശ്രദ്ധിക്കണം, വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വരയ്ക്കുന്നതിനനുസരിച്ച് സ്കെയിൽ മേളിലോട്ട് വേണം പോകാൻ. ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ വീഡിയോയിൽ കാണുന്നത് പോലെ വരച്ചാൽ മതി. ആദ്യം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷേങ്കിൽ നമ്മൾ വരച്ച് വരുമ്പോഴത്തേനും അതിനൊരു ഐഡിയ കിട്ടും. അതിനനുസരിച്ച് വരച്ചാൽ മതി. നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും ഒരു കേർവായിട്ട് കിട്ടും. ഒരു സ്റ്റാർ ഫിഷ് ആ ഒരു ഷേപ്പിനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇതേപോലെ എല്ലാ സൈഡും നമുക്ക് വരച്ചെടുക്കാം. ഇതുപോലെ വരയ്ക്കുന്ന കുറച്ച് വീഡിയോസ് യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കി എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യത്തെ അതൊരു ഫ്ലവർ ഷേപ്പിന് തോന്നുന്ന രീതിയിലുള്ള ബോക്സുകളാണ്. അത് മൊത്തത്തിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. പേന അല്ലെങ്കിൽ സ്കെച്ച് പെൻ, ബ്ലാക്ക് സ്കെച്ച് പെനൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ ജെൽ പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഓരോ കോർണേഴ്സും നമ്മൾ വളരെ നീറ്റായിട്ട് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഗ്യാപ്പ് ഇട്ട് ഫില്ല് ചെയ്ത് പോയാൽ മതിയാവും. ഫസ്റ്റ് ഈ വീഡിയോ കാണുന്ന പോലെ ഓരോ കോർണേഴ്സും ഗ്യാപ്പ് ഇട്ടിട്ട് 2 എണ്ണം വീതം ഒരുമിച്ച് ഫില്ല് ചെയ്ത് പോവുക. അതിനുശേഷം ഓരോരോ ചെറിയ ബോക്സുകളും ഒന്നിട വിട്ട് ഫില്ല് ചെയ്ത് പോയാൽ മതിയാവും. അപ്പോഴേക്കും കാണുമ്പോൾ ലാസ്റ്റ് ലുക്ക് നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഈ വീഡിയോ കാണുന്നവർ ഞാൻ മുന്നേയും കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഡ്രോയിങ്ങിൻ്റെ തന്നെയാണ്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് പറയാവുന്നതാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാം ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി പിന്നെയും കാണാം.